ശ്രീകൃഷ്ണനും അഘാസുരനും. ഒരിക്കൽ ചങ്ങാതിമാരായ ഗോപകുമാരന്മാരുമൊത്ത് കൃഷ്ണൻ അതിരാവിലെ തന്നെ വനത്തിൽ പോകാൻ തീരുമാനിച്ചു. എല്ലാവരുമൊത്ത് വനഭോജനം നടത്തുകയായിരുന്നു ഉദ്ദേശം. ഈ സമയം കൃഷ്ണനെയും മറ്റു കുട്ടികളെയും കൊന്നൊടുക്കാനായി അഘാസുരൻ അവിടെയെത്തി. പൂതനയുടെയും ബകാസുരൻ്റെയും ഇളയ സഹോദരനാണ് അഘാസുരൻ. തൻ്റെ സഹോദരനെയും സഹോദരിയെയും കൊന്ന കൃഷ്ണനെയും അവൻ്റെ കൂട്ടുകാരെയും വധിച്ച് പകരം ചോദിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. കംസൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്തതുകൊണ്ട് അവൻ ഉറച്ച തീരുമാനവുമായാണ് വന്നത്. തുടർന്ന് അഘാസുരൻ 4 യോജന നീളമുള്ള ഒരു ഭീമൻ സർപ്പത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. ഭീമാകാരമായ സർപ്പരൂപം ധരിച്ച അസുരൻ തൻ്റെ ചുണ്ടുകൾ ഭൂമി മുതൽ ആകാശം വരെ വികസിപ്പിച്ചു. കീഴ്ചുണ്ട് ഭൂമിയിലും മേൽചുണ്ട് മേഘമാർഗത്തെയും സ്പർശിച്ചിരുന്നു. അവൻ്റെ അണ വലിയൊരു പർവ്വത ഗുഹയുടെ പ്രതീതിയുണ്ടാക്കി. ഗിരിശൃംഗങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന പല്ലുകൾ, വിശാലമായ തെരുവീതി പോലെ പരന്നു കിടക്കുന്ന നാവ്, കൊടുങ്കാറ്റ് പോലുള്ള ശ്വാസോച്ഛ്വാസം, അഗ്നി കത്തിപ്പടരുന്ന കണ്ണുകൾ. ഇങ്ങനെ കിടന്നിരുന്ന അസുരനെ ഒരു പ്രതിമയായിട്ടാണ് കുട്ടികൾക്ക് ആദ്യം തോന്നിയത്. സൂക്ഷ്മ പരിശോധനയിൽ വായും പിളർന്ന് വഴിയിൽ കിടക്കുന്ന ഒരു വലിയ സർപ്പമാണിതെന്ന് അവർക്ക് തോന്നി. അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഇതൊരു വലിയ മൃഗത്തെ പോലെ ഇരിക്കുന്നല്ലോ. നമ്മളെ മുഴുവൻ ഒറ്റയടിക്ക് വിഴുങ്ങാനുള്ള ഭാവത്തിലാണ് ഇരിപ്പ്. നോക്ക്, നമ്മെ മുഴുവൻ വിഴുങ്ങാൻ വായ് പിളർന്ന് കാത്തിരിക്കുന്ന ഒരു ഭീമൻ സർപ്പമല്ലേ അത്? അവർ ചർച്ച തുടർന്നുകൊണ്ട് ഭീമാകാരമായ സർപ്പത്തിൻ്റെ വായ്ക്കകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ കൃഷ്ണൻ ഉള്ളിൽ കടന്നില്ല. തൻ്റെ സഹോദരനെയും സഹോദരിയെയും കൊന്ന കൃഷ്ണന്റെ പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അസുരൻ. ഒടുവിൽ അല്പമൊന്ന് ആലോചിച്ച ശേഷം കൃഷ്ണനും ഉള്ളിൽ പ്രവേശിച്ചു. കൃഷ്ണൻ അകത്ത് പ്രവേശിച്ചെന്ന് മനസ്സിലായ അസുരൻ അവരെ ഞെരിക്കാൻ ആരംഭിച്ചു. ആ ക്ഷണത്തിൽ അസുരൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ കൃഷ്ണൻ സ്വയം വികസിക്കാൻ തുടങ്ങി. തൻ്റെ ആകാരം അതിഭീമമായിരുന്നെങ്കിലും കൃഷ്ണന്റെ വികാസം മൂലം അസുരന് ശ്വാസം മുട്ടി. അവൻ്റെ കണ്ണുകൾ അതിവേഗം ഇളകി തുടങ്ങി. താമസിയാതെ ശ്വാസക്രമം മന്ദഗതിയിലായി. അവൻ്റെ പ്രാണവായുവിന് പുറത്തു കടക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അവസാനം തലയൊട്ടിയുടെ മുകൾ ഭാഗം പൊട്ടിത്തുറന്നു. അതിലൂടെ പ്രാണവായു ബഹിർഗമിക്കുകയും ചെയ്തു. അസുരൻ ചത്തു വീണതോടെ തൻ്റെ അതീന്ദ്രിയമായ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ കുട്ടികളെയും പശുക്കുട്ടികളെയും തിരിച്ചു കൊണ്ടുവന്നു. തുടർന്ന് അവരോടൊപ്പം കൃഷ്ണൻ അസുരൻ്റെ വായിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. ആഹ്ലാദത്താൽ മതിമറന്ന ദേവന്മാർ പരമ്പൊരുളായ ഭഗവാൻ കൃഷ്ണന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. സ്വർഗവാസികൾ ആനന്ദനൃത്തം തുടങ്ങി.